സ്പൈഡർമാൻ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കില്ല. കാരണം മാർവലിന് ഒരിക്കലും സന്തോഷമുള്ള പീറ്റർ പാർക്കറിനെ വേണ്ട. വേദനിക്കുന്ന പീറ്റർ പാർക്കറിനെ മാത്രം മതി. അതാണ് ബ്രാൻഡ് ന്യൂ ഡേന്റെ ഏറ്റവും വലിയ രഹസ്യം. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയൺമാനിന് വീട് കിട്ടി, അവനെ ലോകം വാഴ്ത്തി. ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് പ്രണയിനിയെ കിട്ടി, തോറിന് തന്റെ കുടുംബം കിട്ടി. പക്ഷെ സ്പൈഡർമാനോ അവനുള്ളതെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പീറ്റർ പാർക്കറിന്റെ ഓരോ സിനിമ കഴിയുമ്പോഴും അവൻ ഒറ്റയ്ക്കാവുകയാണ് ചെയ്യുക. ടോബി മാർഗോന്റെ സ്പൈഡർമാൻ 1, 2, 3, അമേസിംഗ് സ്പൈഡർമാനും 1 ഉം 2 ഉം, ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനും എടുത്തു നോക്കിക്കോളൂ. എല്ലാത്തിലും ഓരോ പാർട്ട് കഴിയുമ്പോൾ ഓരോന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്പൈഡർമാനെ എപ്പോഴും ഒറ്റയ്ക്കാക്കുന്നത്? ബ്രാൻഡ് ന്യൂ ഡേ തുടങ്ങുന്നത് പീറ്ററിന്റെ പുതിയ ജീവിതത്തിൽ നിന്നാണ്. പക്ഷെ ഒരു പുതിയ തുടക്കമല്ല, ഒരു പുതിയ ശിക്ഷയാണ്. കാരണം നോ വേ ഹോമിന്റെ അവസാനം അവൻ അവന്റെ അമ്മേനെ നഷ്ടപ്പെട്ടു, അവന്റെ പ്രണയനെ നഷ്ടപ്പെട്ടു. അവൻ ഈ ലോകത്തെ രക്ഷിച്ചിട്ടും ലോകം മൊത്തം പീറ്റർ പാർക്കറിനെ മറന്നു. പക്ഷെ സ്പൈഡർമാനെ ആരും മറന്നിട്ടില്ല. ഡാർക്ക് സൈക്കോളജിയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഹീറോ സിൻഡ്രോം. ചില മനുഷ്യർക്ക് സ്വന്തം സന്തോഷത്തെക്കാളും മറ്റുള്ളവരെ രക്ഷിക്കലും അവരെ സന്തോഷിപ്പിക്കലും ആണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന് വിശ്വസിക്കുന്നവർ വളരെ കൂടുതലാണ്. അതാണ് പീറ്റർ പാർക്കർ. അവൻ ജീവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പീറ്ററിന്റെ ഏറ്റവും വലിയ അഡിക്ഷനും. ഓരോ തവണയും അവൻ ജീവിതം ശരിയാക്കാൻ തുടങ്ങുമ്പോൾ അവൻ മാസ്ക് ഇടും, വീണ്ടും എല്ലാം നഷ്ടപ്പെടുത്തും. ഇതൊരു ഡ്യൂട്ടി അല്ല, ഇതൊരു ഐഡന്റിറ്റിയാണ്. അതുകൊണ്ടാണ് സ്പൈഡർമാന്റെ വില്ലൻ ഗ്രീൻ ഗോബ്ലിനും അല്ല, ഡോക്ടർ ഓക്ടോപ്പസ് അല്ല, സ്കോർപിയോൺ അല്ല, മേരി ജെയിനും അല്ല, ജീൻ ഗ്രേയും അല്ല, പീറ്റർ പാർക്കർ തന്നെയാണ്. കാരണം പീറ്റർ പാർക്കർ എടുക്കുന്ന ഓരോ തീരുമാനവും ജനങ്ങൾക്കാണ് ഗുണം ചെയ്യുന്നത്. പക്ഷെ പീറ്റർ പാർക്കറിനെ അതെല്ലാം വേദനയിലേക്കാണ് മാറുന്നത്. മാർവലിന് അറിയാം, പീറ്റർ പാർക്കർ ഹാപ്പി ആയാൽ 2 സിനിമ മാത്രമേ ഓടുള്ളൂ. പക്ഷെ പീറ്റർ പാർക്കർ വേദനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ ആ പീറ്റർ പാർക്കർ ഒരു 10-20 വർഷം സുഖമായിട്ട് ജീവിക്കും. അതുകൊണ്ടാണ് ഓരോ സ്പൈഡർമാന്റെ റീബോട്ടിലും പുതിയ വേദന, പുതിയ നഷ്ടം, പുതിയ സാക്രിഫൈസ്. ബ്രാൻഡ് ന്യൂ ഡേ സ്പൈഡർമാന്റെ ഒരു സൂപ്പർ ഹീറോ മൂവി മാത്രമല്ല, ഒരു മനുഷ്യൻ എന്തും കൊണ്ട് സ്വന്തം ജീവിതം തകർക്കുന്നു എന്നതിന്റെ ഒരു കാരണം കൂടിയാണ്. അതുകൊണ്ടാണ് സ്പൈഡർമാനെ ലോകം എല്ലാവരും സ്നേഹിക്കുന്നത്. അവൻ ഏറ്റവും കൂടുതൽ ശക്തനായതും കൊണ്ടല്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ടും അടുത്ത ദിവസം മാസ്ക് ധരിച്ച് ഇറങ്ങുന്ന ഒരേ ഒരു ഹീറോ ആയതുകൊണ്ട് മാത്രമാണ്. അതാണ് സ്പൈഡർമാൻ. അതാണ് മാർവലിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ്.